ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ SSLC ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിക്കാതെ വന്ന മക്കളോട് എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, ഒരു പരീക്ഷയുടെ വിജയമോ പരാജയമോ അല്ല നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. ഒരു വിജയത്തിലും പരാജയത്തിലും നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു പരാജയത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതഗതി നിർണ്ണയിക്കുന്നത്. കഴിഞ്ഞ പരീക്ഷയിൽ മികച്ച വിജയം നേടിയിട്ടുണ്ടെങ്കിലും തുടർന്ന് അങ്ങോട്ട് നമ്മൾ ലേസിയായാൽ ഇനി വരുന്ന ജീവിത പരീക്ഷകളിൽ നമുക്ക് വിജയിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച വിജയം ലഭിച്ചില്ല അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയി എന്നത് കാര്യമാക്കാതെ മുന്നോട്ട് വരുന്ന പരീക്ഷകളിലും നമ്മുടെ ലക്ഷ്യങ്ങളിലും ആത്മാർത്ഥമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ വരുന്ന നാളുകളിൽ മികച്ച വിജയം നമുക്ക് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കാവുന്നതേ. അതിന് ഒത്തിരി ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്കറിയാം, പീപ്പിൾസ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന നമ്മുടെ ഭാരതത്തിനാകെ അഭിമാനമായ നമ്മുടെ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന നമ്മുടെ മുൻ രാഷ്ട്രപതി, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പൈലറ്റ് ആകുക എന്നുള്ളതായിരുന്നു. എന്നാൽ അദ്ദേഹം പൈലറ്റ് ആകുന്നതിന് വേണ്ടി ഇന്റർവ്യൂ സെലക്ഷൻ ബോർഡിന്റെ മുൻപാകെ അദ്ദേഹം അപ്പിയർ ചെയ്ത സമയത്ത് അദ്ദേഹം ആ അഭിമുഖ പരീക്ഷയിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ആ അഭിമുഖ പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്ന് വെച്ചിട്ട് അദ്ദേഹം നിരാശനായിരുന്നുവെങ്കിൽ നമുക്ക് APJ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ലോകം തന്നെ ആരാധിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനെ നമുക്ക് ലഭിക്കുമായിരുന്നില്ല. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന, ജനങ്ങളുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ആ മഹാനായിട്ടുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജീവിതം തന്നെയാണ് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. തടസ്സങ്ങളില്ലാതെയല്ല, എത്രയോ പാറക്കെട്ടുകളും കുന്നുകളും മലകളും താണ്ടിയാണ് ഒരു നദി അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത്. അതുപോലെയാണ് നമ്മുടെ ജീവിതം. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ പരാജയങ്ങൾ ഉണ്ടായാലും, ആ പരാജയങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നേറുമ്പോഴാണ് നമുക്ക് ജീവിത പരീക്ഷയിൽ വിജയിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ എപ്പോഴും ക്യൂരിയോസിറ്റി നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയും അതോടൊപ്പം തന്നെ വൈ, വാട്ട് എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. സർ ഐസക് ന്യൂട്ടന്റെ മുന്നിലേക്ക് ഒരു ആപ്പിൾ വന്ന് പതിച്ചപ്പോഴാണ് എന്തുകൊണ്ട് ഈ ആപ്പിൾ വശങ്ങളിലേക്കോ മുകളിലേക്കോ പോയില്ല, എന്തുകൊണ്ടാണ് അത് താഴെ പതിച്ചത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്, വൈ എന്നുള്ള ക്വസ്റ്റ്യനാണ് അദ്ദേഹത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന തത്വം ആവിഷ്കരിക്കുവാൻ ഐസക് ന്യൂട്ടനെ സഹായിച്ചത്. എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ വന്നാൽ സ്വയം ചോദ്യം ചോദിക്കുവാനുള്ള ധൈര്യം ഉണ്ടാകും. ആ ചോദ്യങ്ങളിൽ നിന്നാണ് നമുക്ക് കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ടൊരു പരീക്ഷയിൽ തളരാതെ, ഒരു പരാജയത്തിൽ തളരാതെ, ഇതിനേക്കാൾ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു വരുവാനുണ്ടെന്നും, ഒരു പരീക്ഷയുടെ മാർക്കോ ഒരു പരീക്ഷയുടെ വിജയമോ പരാജയമോ അല്ല നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം നിർണ്ണയിക്കുന്നതെന്നും, എന്നാൽ നമ്മൾ കഠിനമായി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക, പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ ഉണ്ടാകണം, ഗോള് നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ അച്ഛനമ്മമാരോട് ഡിസ്കസ് ചെയ്ത് ഒരു ലോങ് ടേം ഗോള് നമ്മൾ സെറ്റ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് അവരുടെ പൂർണ്ണമായിട്ടുള്ള അവരെയും കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാകണം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുവാനും നമുക്ക് വേണ്ടി ചിന്തിക്കുവാനും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് മാതാപിതാക്കൾ തന്നെയാണ്. ഒരിക്കലും നിങ്ങൾക്കെതിരായിട്ട് ഒരച്ഛനോ ഒരമ്മയ്ക്കോ ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ സാധിക്കില്ല. അതുകൊണ്ട് മാതാപിതാക്കളോടൊപ്പം ചേർന്ന് അവരിന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല, പക്ഷേ നിങ്ങളുടെ ഒരു ലോങ് ടേമിനുള്ള, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ള, ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കാര്യങ്ങൾ അവരോട് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. അത് നമ്മുടെ ജീവിതത്തിലെ വലിയ വിജയങ്ങൾക്ക് കാരണമാകും. ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് മറ്റൊരാളിൻ്റെ താല്പര്യത്തിന് അല്ല നമ്മളത് ചെയ്തതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ എനിക്ക് അച്ഛനമ്മമാരോടും അധ്യാപകരോടും പറയുവാനുള്ളത്, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കുവാനുള്ള ഉപകരണങ്ങളല്ല കുട്ടികൾ. നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും നിങ്ങൾ പറയുന്നതാണ് ശരി, അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് എന്ന്. പക്ഷെ അവർക്കും കൂടെ അത് മനസ്സിലാകും. അവരെ അത് മനസ്സിലാക്കി കൊടുക്കുവാനും ഓപ്ഷൻസ് കൊടുക്കുവാനും നമ്മൾ തയ്യാറാകും. ആ ഓപ്ഷൻസിൽ നിന്ന് എന്താണ് നമ്മുടെ മക്കളുടെ ലക്ഷ്യമെന്ന്, അവരുടെ ഗോളെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം ആ ഗോളിന് അനുഗുണമായിട്ടുള്ള പാത്തായിരിക്കണം നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടത്. പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലരും കുട്ടികളെയായാലും ഒക്കെ ഉപദേശിക്കുന്നത് അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ച്, അവരുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും. പക്ഷെ കുട്ടികളുടെ താല്പര്യമോ അവരുടെ ലക്ഷ്യങ്ങളോ ഒന്നും പരിഗണിക്കാറില്ല. അതവസാനം
മനസ്സില്ലാ മനസ്സോടുകൂടി അവർ ആ ഒരു ദൗത്യത്തിന് വേണ്ടി ഏറ്റെടുക്കുകയും പിന്നീട് എൻ്റെ അച്ഛൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ്, എൻ്റെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്, അങ്ങനെ ധാരാളം കുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിനൊക്കെ വരുന്ന സമയത്ത് പഠിച്ചത് ആയിരിക്കില്ല പിന്നെ അവർ തുടർന്ന് കരിയറായിട്ട് സെലക്ട് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കമൻസ് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കുട്ടികൾക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യവും അവരോടൊപ്പം ഇരുന്ന് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു കരിയർ സെലക്ട് ചെയ്യുന്നതിനുള്ള ഒരു സമീപനം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതോടൊപ്പം തന്നെ അധ്യാപകരും ശ്രദ്ധിക്കേണ്ടത് ഒരു കാഷ്വലായിട്ട് നമ്മൾ ഒരിക്കലും കുട്ടികളെ ഉപദേശിക്കരുത്. പ്രത്യേകിച്ചും കരിയറിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാകുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുകയും അവരുടെ മാതാപിതാക്കളോടും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ കുട്ടികളെ ഉപദേശിക്കുവാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ഒരു പരീക്ഷയല്ല, ഇനിയും ധാരാളം പരീക്ഷകൾ വരുന്നുണ്ട്. ആ പരീക്ഷകൾക്കൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ എത്തിച്ചേരട്ടെ. എല്ലാ മക്കൾക്കും ആശംസകൾ. നല്ലൊരു കരിയർ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.